നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ. ഓക്കെ അല്ലേ? വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നമ്മുടെ വയനാട് ജില്ലയെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ വയനാട് ജില്ല നിലവിൽ വന്ന വർഷം ഏതാടാ? വയനാട് ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? 1980 നവംബർ 1-നാണ് നമ്മുടെ വയനാട് ജില്ല നിലവിൽ വരുന്നത്. 1980 നവംബർ 1-നാണ്. അപ്പൊ കേരളത്തിൽ റെയിൽവേ ലൈൻ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? കേരളത്തിൽ റെയിൽവേ ലൈനുകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? അത് നമ്മുടെ ഇടുക്കിയും വയനാടുമാണ് കേരളത്തിൽ റെയിൽവേ ലൈനുകൾ ഇല്ലാത്ത ജില്ലകൾ. അപ്പോൾ തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന ഏക ജില്ല ഏതാണ്? കർണാടകവുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന ഏക ജില്ല എന്ന് ചോദിച്ചാൽ അതും വയനാടാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറവ് നഗരസഭകൾ ഉള്ള ജില്ലയാണ് വയനാട്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകൾ, ഏറ്റവും കുറവ് വില്ലേജുകൾ എന്നിവയും നമ്മുടെ വയനാട് ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും കുറവ് നഗരസഭ, ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും കുറവ് വില്ലേജുകൾ എന്നിവ എല്ലാം നമ്മുടെ വയനാട് ജില്ലയിലാണ്. അപ്പം ഏറ്റവും കുറച്ച് അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും വയനാടാണ്. അപ്പം ഏറ്റവും കുറച്ച് അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും വയനാടാണ്. ഈ വയനാട്ടിൽ എത്ര അസംബ്ലി മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 3ആണ്. വയനാട്ടിൽ എത്ര അസംബ്ലി മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് 3ആണ്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് നമ്മുടെ വയനാട്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉള്ള ജില്ലയാണ് നമ്മുടെ വയനാട്. 3 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കുറച്ച് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാലും നമ്മുടെ വയനാടാണ്. അപ്പം ഏറ്റവും കുറച്ച് വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയും നമ്മുടെ വയനാടാണ്. ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല ഏതാടാ? ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ലയും അതും വയനാടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാണത്? നമ്മുടെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? അതും നമ്മുടെ വയനാടാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ലയും വയനാടാണ്. ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ലയും നമ്മുടെ വയനാടാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ഏതാന്ന് ചോദിച്ചാല് അതും നമ്മുടെ വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത കുറവുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും വയനാടാണ്. അതുപോലെ തന്നെ പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയും നമ്മുടെ വയനാടാണ്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയും വയനാടാണ്. എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാല് നമ്മുടെ വയനാടാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയാണ് നമ്മുടെ വയനാട്. അപ്പൊ നമ്മുടെ വനവിസ്തൃതിയിൽ വയനാടിന്റെ സ്ഥാനം എത്രയാണ്? വനവിസ്തൃതിയിൽ കേരളത്തിൽ നമ്മുടെ വയനാടിന്റെ സ്ഥാനം 2-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം നമുക്ക് ഇടുക്കിക്കാണ്. അതുപോലെ തന്നെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ലയാണ് നമ്മുടെ വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് നമ്മുടെ വയനാട്. ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ജില്ലയാണ് നമ്മുടെ വയനാട്. അപ്പം ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതർ കേരളത്തിലെ ജില്ലയാണ് നമ്മുടെ വയനാട്. അപ്പൊ രജിസ്റ്റർ ചെയ്ത തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാടാ? ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള ജില്ല ഏതാണ്? അത് നമ്മുടെ തിരുവനന്തപുരമാണ്. അപ്പം തൊഴിൽ രഹിതർ ഏറ്റവും കുറവുള്ള ജില്ല എന്ന് ചോദിച്ചാല് നമ്മുടെ എവിടെയാണ്? വയനാടാണ്. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചാല് അത് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കുറച്ച് സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും വയനാടാണ്. ഇനി കുരുമുളക് ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ള ജില്ല, ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. കുരുമുളക് ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ കാപ്പി ഉൽപാദനത്തിലും ഇഞ്ചി ഉൽപാദനത്തിലും 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. അപ്പൊ നമ്മുടെ കുരുമുളക് ഉൽപാദനത്തിൽ 2-ാം സ്ഥാനവും അതുപോലെ തന്നെ കാപ്പി ഉൽപാദനത്തിലും ഇഞ്ചി ഉൽപാദനത്തിലും 1-ാം സ്ഥാനത്തുള്ളതുമായ ജില്ലയാണ് വയനാട് ജില്ല. കേരളത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും വയനാടാണ്. അപ്പം കേരളത്തിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല. അപ്പൊ വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്?
അത് കാരാപ്പുഴയാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതിയാണ് വയനാട് ജില്ലയിലെ ആദ്യത്തെ ജലസേചന പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് അമ്പലവയൽ. അമ്പലവയൽ. ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നമ്മുടെ ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ചത് ആദ്യമായിട്ട് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? അത് എടവകയാണ്. എടവക. അപ്പൊ ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എടവക. അത് വയനാട് ജില്ലയിലാണ്. അപ്പൊ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയലാണ്. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്താണ് എടവക. കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തി ആരാണ്? കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് പി കെ ജയലക്ഷ്മിയാണ്. ഇവര് 2011 കേരള നിയമസഭയിലേക്ക് എത്തുന്നത്. അപ്പൊ കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതയാണ്. ആദ്യ വ്യക്തി എന്നൊക്കെ ചോദിച്ചാലും നമ്മുടെ പി കെ ജയലക്ഷ്മിയാണ്. 2011. അതുപോലെ തന്നെ വയനാടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ല എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ലയാണ് വയനാട്. നമ്മുടെ വയനാട്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം ഏതാണ്? നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം ഏതാണ്? അത് നമ്മുടെ കുറിച്യർ കലാപമാണ്. കുറിച്യർ കലാപം അരങ്ങേറിയ വർഷം ഏതാണെടാ? അത് 1812. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചത് ഏത് അണക്കെട്ടിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ നിലയം സ്ഥാപിക്കപ്പെട്ടത് ഏത് അണക്കെട്ടിലാണെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടിലാണ്. ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാടാ? നമ്മുടെ 100% ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്താണ് അമ്പലവയൽ. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? എടവക. കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിൽ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തിയാണ് പി കെ ജയലക്ഷ്മി. നമ്മുടെ കേരള നിയമസഭയിലേക്ക് എത്തിയ വർഷം 2011. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ പാൻ മസാല രഹിത ജില്ല നമ്മുടെ വയനാടാണ്. നമ്മുടെ വയനാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപമായിട്ട് ഏതാണ് പറയപ്പെടുന്നത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപമായിട്ട് അറിയപ്പെടുന്നത് കുറിച്യർ കലാപമാണ്. ഈ കുറിച്യർ കലാപം അരങ്ങേറിയ വർഷമാണ് 1812. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചത് ഏത് അണക്കെട്ടിലാണെന്ന് ചോദിച്ചാൽ അത് ബാണാസുര സാഗർ അണക്കെട്ടിലാണ്. അപ്പം നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം ഏതാടാ? നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം അത് പൂക്കോട് തടാകമാണ്. ഈ പൂക്കോട് തടാകത്തിന്റെ ആകൃതി എന്താണ്? ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന തടാകമാണ് നമ്മുടെ പൂക്കോട് തടാകം എന്ന് പറയുന്നത്. ഇത് 13 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഈ തടാകം. 13 ഏക്കറിലാണ് ഈ തടാകം വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കുറച്ച് താലൂക്കുകൾ ഉള്ള ജില്ലയാണ് നമ്മുടെ വയനാട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കുറച്ച് താലൂക്കുകൾ ഉള്ള ജില്ലയാണ് വയനാട്. വൈത്തിരി, സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവയാണ് വയനാട് ജില്ലയിലെ താലൂക്കുകൾ. അപ്പൊ വയനാട് ജില്ലയിലെ താലൂക്കുകൾ ഏതൊക്കെയാണ്? 1ാമത് വൈത്തിരി, 2ാമത് സുൽത്താൻ ബത്തേരി, 3ാമത് മാനന്തവാടി. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. ഈ വയനാട് വന്യജീവി സങ്കേതം വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതിന്റെ പേരെന്താടാ? അത്
മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ ബേഗൂർ വന്യജീവി സങ്കേതം എന്നിങ്ങനെ എല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ മീൻമുട്ടി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ മീൻമുട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആദിവാസി വിഭാഗം എന്നറിയപ്പെടുന്നത് കുറിച്യർ എന്നാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏതാണ്? അത് കുറുവ ദ്വീപാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? അത് കബനി നദിയിലാണ്. ഈ കബനി നദി പ്രാചീന കാലത്ത് അല്ലെങ്കിൽ ആദിമകാലത്തൊക്കെ എങ്ങനെയായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്? അത് കപില എന്നാണ്. കബനി നദി പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കപില എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? നമ്മുടെ വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് 2100 മീറ്റർ ആണ്. അപ്പൊ വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ചെമ്പ്ര കൊടുമുടി. ഇത് 2100 മീറ്റർ ആണ്. ഏറ്റവും വലിയ പീഠഭൂമിയായിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പീഠഭൂമി ആയിട്ട് അറിയപ്പെടുന്നത് ഏതാണ്? അത് വയനാട് പീഠഭൂമിയാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടിയാണ്. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരെന്താണ്? സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരി ആയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ കാശി എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ കാശി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് തിരുനെല്ലി ശിവക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിന്റെ കാശി എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാനന്തവാടി പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരെന്തായിരുന്നു? മാനന്തവാടി പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് മഹാ ആനന്ദവാടി എന്നാണ് നമ്മുടെ മാനന്തവാടി പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ പൗരാണിക രേഖകളിൽ മയക്ഷേത്രം എന്നും പരാമർശിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വയനാട് ജില്ലയെ പൗരാണിക രേഖകളിൽ മയക്ഷേത്രം എന്നും പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് നമ്മുടെ താമരശ്ശേരി ചുരമാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരാണ്? അത് വിഷ്ണുവാണ് നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. അപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് വിഷ്ണു. അതുപോലെ തന്നെ സഹ്യപർവ്വത നിരയിലെ ചെമ്പ്ര കൊടുമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലാണ്. അപ്പൊ ചെമ്പ്ര കൊടുമുടിയാണ് വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ കൊടുമുടി എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ പ്രശസ്തമായ പക്ഷി സങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. അപ്പൊ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ചിത്രകൂടൻ പക്ഷിക്കൂടുകൾക്കും പ്രസിദ്ധമായ ഒരു പക്ഷി സങ്കേതമാണ് നമ്മുടെ ഈ പക്ഷി പാതാളം എന്ന് പറയുന്നത്. ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നമ്മുടെ വയനാട് വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ കർലാട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. നമ്മുടെ കബനി നദിയുടെ പോഷക നദികളാണ് തിരുനെല്ലി നദി, പനമരം നദി, മാനന്തവാടി നദി എന്നീ നദികൾ. അപ്പൊ കബനി നദിയുടെ പോഷക നദികളാണ് തിരുനെല്ലി നദി, പനമരം നദി, അതുപോലെ തന്നെ മാനന്തവാടി നദി എന്നിവ. അപ്പൊ തിരുനെല്ലി നദി, പനമരം നദി, അതുപോലെ തന്നെ മാനന്തവാടി നദി എന്നിവ കബനി നദിയുടെ പോഷക നദികളാണ്. അപ്പൊ പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേരെന്താണടാ? പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേര് എന്താണ്? അത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് പഴശ്ശിരാജാവിന്റെ യഥാർത്ഥ പേര്.
പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ഏതാടാ? നമ്മുടെ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ, അല്ലെങ്കിൽ ടി.എച്ച്. ബേബർ എന്ന് പറയും. നമ്മുടെ പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. 1812 കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണടാ? നമ്മുടെ 1812 കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മുടെ രാമനമ്പി. 1812 കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി. 1890 എടക്കൽ ഗുഹകൾ കണ്ടെത്തിയ മലബാർ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടാണ് ഫ്രെഡ് ഫോസറ്റ് എന്ന് പറയുന്നത്. അപ്പം 1890 എടക്കൽ ഗുഹകൾ കണ്ടെത്തിയ മലബാർ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടാണ് ഫ്രെഡ് ഫോസറ്റ്. നമ്മുടെ വയനാട് ജില്ലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ്. വയനാട് ജില്ലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ്. ഏത് മലകളിലാണ് എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? ഏത് മലകളിലാണ് നമ്മുടെ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്? അത് അമ്പുകുത്തി മലയിലാണ്. അമ്പുകുത്തി മലയിലാണ്. അപ്പൊ നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരി. അപ്പൊ നമ്മുടെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. ആദിവാസി സമരം നടന്ന സ്ഥലമാണ് മുത്തങ്ങ. അപ്പൊ ഇവിടെ ഒരു സമരം നടന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ മുത്തങ്ങ സമരം. മുത്തങ്ങ സമരം നടന്ന വർഷം ഏതാണടാ? മുത്തങ്ങ സമരം നടന്ന വർഷം ഏതാണ്? അത് 2003 ഇതിന്റെ നായിക എന്നറിയപ്പെടുന്നത്, മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് CK ജാനുവിനെയാണ് നമ്മളെ മുത്തങ്ങ സമര നായിക എന്നറിയപ്പെടുന്നത്. അപ്പം ആദിവാസി സമരമായ മുത്തങ്ങ സമരം നടന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. 2003 ഇത് നടന്നത്. ഇതിന്റെ നേതാവാണ് നമ്മുടെ CK ജാനു. അതുപോലെ തന്നെ ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അടവി ഇക്കോ ടൂറിസം സെന്റർ സ്ഥിതി ചെയ്യുന്നതും വയനാട് ജില്ലയിലാണ്. അടവി ഇക്കോ ടൂറിസം സെന്റർ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ ചിങ്ങേരി മലനിരകൾ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ വയനാട് ജില്ലയിലാണ്. ചിങ്ങേരി മലകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയനാട് ജില്ലയിലാണ്. നമ്മുടെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ചൂണ്ടയിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിലാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും നമ്മുടെ അമ്പലവയലിലാണ്. അപ്പൊ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. പഴശ്ശിരാജ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ പഴശ്ശിരാജയുടെ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മാനന്തവാടിയിലാണ് നമ്മുടെ പഴശ്ശിരാജയുടെ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്നത്. ഇനി തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അത് പനമരത്താണ് നമ്മുടെ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അത് വയനാട് ജില്ലയിലാണ്. അപ്പൊ കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ്. അപ്പൊ അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ്. അപ്പൊ നമ്മുടെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടയിലാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലിലാണ്. പഴശ്ശിരാജ സ്മൃതി കുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. ഇനി തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിലാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഏത് നൂറ്റാണ്ടിലാണ്? ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഏത് നൂറ്റാണ്ടിലാണ്? ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന നൂറ്റാണ്ട് ഏതാണ്? രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന നൂറ്റാണ്ട് ഏതാണ്?
അത് 19-ാം നൂറ്റാണ്ടാണ്. 19-ാം നൂറ്റാണ്ടാണ്. അപ്പൊ ഒന്നാം പഴശ്ശി വിപ്ലവം 18-ാം നൂറ്റാണ്ടിലും രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് നമ്മുടെ 19-ാം നൂറ്റാണ്ടിലുമാണ്. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് എന്ന് തൊട്ട് എന്ന് വരെയാണടാ? നമ്മുടെ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അത് 1793 മുതൽ 1797 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്നാടാ? രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. അപ്പം 1800 മുതൽ 1805 വരെയാണ് നമ്മുടെ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. അതുപോലെ തന്നെ നമ്മുടെ വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട് ചുരം അതുപോലെ തന്നെ താമരശ്ശേരി ചുരം ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലല്ല, നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ്? കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി. ഇനി തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ താലൂക്ക് ഏതാണ്? തമിഴ്നാടുമായും കേരളവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്കാണ് സുൽത്താൻ ബത്തേരി. അപ്പൊ തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ നൂൽപ്പുഴയാണ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാടുമായിട്ടും കർണാടകവുമായിട്ടും അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ വയനാട് എഴുതണം. ഇനി താലൂക്ക് ഏതാന്ന് ചോദിച്ചാൽ താലൂക്ക് ഏതാടാ? അത് സുൽത്താൻ ബത്തേരിയാണ്. ഇനി ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് നൂൽപ്പുഴയാണ്. നൂൽപ്പുഴയാണ്. നമ്മൾ ജില്ലയും താലൂക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ നമ്മുടെ ജില്ലയെന്ന് ചോദിച്ചാൽ വയനാട്, ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ നൂൽപ്പുഴ, അതുപോലെ തന്നെ താലൂക്ക് എന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരി. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം രാജാക്കന്മാരുടെ കുടുംബ ദേവതയായിട്ട് കണക്കാക്കിയിരുന്നത് ആരെയായിരുന്നു? കോട്ടയം രാജാക്കന്മാരുടെ കുടുംബ ദേവതയായിട്ട് കണക്കാക്കിയിരുന്നത് ശ്രീ പോർക്കലി ഭഗവതിയെയാണ്. ശ്രീ പോർക്കലി ഭഗവതിയെയാണ് നമ്മുടെ കോട്ടയം രാജാക്കന്മാരുടെ കുടുംബ ദേവതയായിട്ട് കണക്കാക്കിയിരുന്നത്. കോട്ടയം രാജാക്കന്മാരുടെ കുടുംബ ദേവതയാണ് ശ്രീ പോർക്കലി ഭഗവതി. അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ എന്ന ജനിതക രോഗം കൂടുതലായി കാണപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ വയനാട്ടിലെ ആദിവാസികൾ. അപ്പൊ സിക്കിൾ സെൽ അനീമിയ എന്ന ഒരു ജനിതക രോഗം കൂടുതലായി കാണപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് നമ്മുടെ വയനാട്ടിലെ ആദിവാസികൾ. വയനാട്ടിലെ ആദിവാസികൾ. സുൽത്താൻ ബത്തേരിക്ക് ജൈനർ നൽകിയ പേരെന്താണ്? സുൽത്താൻ ബത്തേരിക്ക് ജൈനർ നൽകിയ പേരാണ് ഹെന്നരു ബീഡിഗെ. ഹെന്നരു ബീഡിഗെ. ഹെന്നരു ബീഡിഗെ. അപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരിക്ക് ജൈന മതക്കാർ നൽകിയ ഒരു പേരാണ് ഹെന്നരു ബീഡിഗെ. ഹെന്നരു ബീഡിഗെ. അപ്പം കാന്തൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കാന്തൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഇനി വയനാട് ജില്ലയിലേക്കുള്ള കുടിയേറ്റത്തെ കുറിച്ച് വിവരിക്കുന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു നോവലുണ്ട്. ആ നോവലിന്റെ പേരെന്താണ്? വയനാട് ജില്ലയിലേക്കുള്ള കുടിയേറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ നോവലാണ് നമ്മുടെ വിഷകന്യക എന്നത്. വിഷകന്യക എന്നത്. അപ്പം നമ്മുടെ വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തിന്റെ കഥ പറയുന്ന എസ്.കെ. പൊറ്റക്കാടിന്റെ നോവലാണ് വിഷകന്യക. തിരുനെല്ലിക്ക് അടുത്തുകൂടി ഒഴുകുന്ന പുണ്യ നദിയാണ് പാപനാശിനി. അപ്പം തിരുനെല്ലിക്ക് സമീപത്തുകൂടി ഒഴുകുന്ന പുണ്യ നദിയാണ് പാപനാശിനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയനാടിന്റെ സുഗന്ധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? വയനാടിന്റെ സുഗന്ധ നെല്ലിനങ്ങൾ ഏതൊക്കെയാണ്? വയനാടിന്റെ സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല, ജീരകശാല എന്നിവ. അപ്പൊ വയനാടിന്റെ സുഗന്ധ നെല്ലിനങ്ങളാണ് ഗന്ധകശാല, ജീരകശാല എന്നിവ. ഇനി വയനാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു അനുഷ്ഠാന കലാരൂപം ഏതാന്ന് ചോദിച്ചാൽ അത് ഗദ്ദികയാണ്. അപ്പൊ നമ്മുടെ വയനാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗദ്ദിക. ഇവിടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, ഗദ്ദിക കലാകാരൻ. അദ്ദേഹത്തിന്റെ പേരെന്താടാ? P.K. കാളൻ എന്നാണ്. P.K. കാളൻ. അപ്പം ഗദ്ദിക ആചാര്യനാണ് നമ്മുടെ P.K. കാളൻ. അതുപോലെ തന്നെ വയനാട് കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? വയനാട് കണ്ണൂർ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? അത് പാൽ ചുരമാണ്. പാൽ ചുരമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ പുൽപ്പള്ളിയിലാണ്. അപ്പൊ കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ്? നമ്മുടെ കേരളത്തിലെ ഏക പീഠഭൂമി ഏതാണ്? അത് വയനാട് പീഠഭൂമിയാണ്.
അതുപോലെ തന്നെ തമിഴ്നാടും കർണാടകവുമായും അതിർത്തി പങ്കുവെക്കുന്ന കേരളത്തിലെ ഏക ജില്ല എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ വയനാടാണ്. ഇനി താലൂക്ക് എന്ന് ചോദിച്ചാലോ? താലൂക്ക് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് സുൽത്താൻ ബത്തേരിയാണ്. ഇനി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിക്കുവാണെങ്കിലോ? ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ നൂൽപ്പുഴയാണ്. നൂൽപ്പുഴയാണ്. ഈ പ്രാചീന കാലത്ത് വയനാട് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പ്രാചീന കാലത്ത് നമ്മുടെ വയനാട് അറിയപ്പെട്ടിരുന്നത് പുറൈക്കിഴിനാട് എന്നാണ്. പുറൈക്കിഴിനാട് എന്നാണ്. അപ്പൊ വയനാട് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് പുറൈക്കിഴിനാട്. അപ്പൊ വയനാട്ടിൽ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? നമ്മുടെ വയനാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു? അത് നമ്മുടെ പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയാണ്. ഇനി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? അത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയാണ്. ഇനി നമ്മുടെ കബനി നദി ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ്? കബനി നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? അത് തൊണ്ടാർമുടിയാണ്. തൊണ്ടാർമുടി വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? അത് NH 766 ആണ്. NH 766 ആണ്. ഇതിന്റെ പഴയ പേരെന്താണ്? ഇതിന്റെ പഴയ പേര് എന്താണ്? NH 212 എന്നാണ്. NH 212 എന്നാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് മീനങ്ങാടിയാണ്. മീനങ്ങാടിയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം ഏതാണ്? അത് പനമരമാണ്. പനമരമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രമാണ് പുൽപ്പള്ളി. ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചങ്ങല മുനീശ്വരൻ മരക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും വയനാട് ജില്ലയിലാണ്. ഈ ചങ്ങല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി ആരാന്ന് ചോദിച്ചാൽ അത് കരിന്തണ്ടനാണ്. കരിന്തണ്ടനാണ് നമ്മുടെ ചങ്ങല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആദിവാസി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സഹ്യമാല ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. അപ്പൊ സഹ്യമാല ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് നമ്മുടെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. നമ്മുടെ ഗതിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണടാ? ഗതിക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഗതിക എന്ന വാക്കിന്റെ അർത്ഥം. ഗതിക എന്ന വാക്കിന്റെ അർത്ഥമാണ് നമ്മൾ നശിപ്പിക്കുക എന്നത്. നശിപ്പിക്കുക എന്നത്. അതുപോലെ തന്നെ അടുത്തിടെ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ച കേരളത്തിലെ കാപ്പി ഇനം ഏതാണ്? അടുത്തിടെ ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് വയനാടൻ കാപ്പി. വയനാടൻ കാപ്പി. ഇന്ന് നമുക്ക് നിർത്തിയാലോ? അപ്പം താങ്ക് യു ഓൾ.